എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Cups, Nine of Pentacles, Judgment, Queen of Swords, Ace of Swords, Four of Swords. ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിങ്ങൾ പൊതുവേ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ കുറച്ചധികം കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് ജോലി 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 എന്നുള്ളൊരു ചിന്തയായിരിക്കും. ഇപ്പോൾ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയിൽ വളരെ നല്ല സമയമാണ് ഈ ഒരു മാസത്തിൻ്റെ തുടക്കം എന്ന് പറയുക. ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷനോ അതുപോലെയുള്ള കാര്യങ്ങൾ, ശമ്പള വർധനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ എന്ന് പറയാം. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ നേടുന്നുണ്ടാവും. അവാർഡ്സ് കാര്യങ്ങൾ, ഇപ്പോൾ എംപ്ലോയി ഓഫ് ദ മന്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അവാർഡ്സ് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അതിലൊത്തിരി സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങൾ വലിയൊരു പൊസിഷനിലേക്ക്, ചില ആളുകൾ ഉയർന്നൊരു പൊസിഷനിലുള്ളവരാണെങ്കിൽ വളരെ ഉയരത്തിലേക്കൊരു CEO, വൈസ് പ്രസിഡന്റ് പൊസിഷനിലേക്ക്, മാനേജറിയൽ പൊസിഷൻ, വളരെ ഹൈ മാനേജറിയൽ പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ മേലധികാരികളെന്ന് പറയുന്നവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ളൊരു അപ്രിസിയേഷൻ, ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ടൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള തരത്തിൽ നിന്നൊരു മാറ്റമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു മേലധികാരിയാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് ഇപ്പോൾ ഉള്ള മേലധികാരികൾ ഒന്നുകിൽ ട്രാൻസ്ഫർ ആയി പോവുക, മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു മേലധികാരി നിങ്ങൾക്ക് വന്നേക്കാം. അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഉയർന്ന പൊസിഷനിലേക്ക് പോകാനുള്ള അവസരം ഇതുവഴി ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു മാസം എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് ചില ആളുകളെ സംബന്ധിച്ച് ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഇവിടെ വീട്ടമ്മമാരെ സംബന്ധിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഒരു ജീവിതത്തിൽ ജോലിക്ക് പോകാത്തൊരു വ്യക്തിയാണ്, വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്നു, കുട്ടികൾക്ക് ശേഷം ജോലി ചെയ്യാത്തവർ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ, ജോലി സംബന്ധമായിട്ട് അടുത്തിടയ്ക്കായിട്ട് കുറേ നാളായിട്ട് ജോലിക്ക് പോകാത്തവർക്കൊക്കെ ജോലി സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം നാൾ, അത് സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ ആയിരിക്കണം എന്നില്ല, പുരുഷന്മാരാണെങ്കിലും നിങ്ങൾക്ക് പല സാഹചര്യം, കൊറോണയ്ക്ക് ശേഷം ജോലി നഷ്ടപ്പെട്ടിട്ട് ഉള്ളവർ, വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നവർ തിരിച്ച് വിദേശത്തേക്ക് പോകാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ജോലി റെഡിയാകുന്നുണ്ട്. പലരെയും സംബന്ധിച്ച് നാട്ടിൽ ജോലി റെഡിയാകുന്നു, വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയായാലും, ജോലി വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടിട്ടിരിക്കുന്നവരായിട്ടും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ ജോലി ചെയ്യാത്തവർ, ഇപ്പോൾ വീട്ടമ്മയായിട്ട് ഇരിക്കുന്നവർ, പ്രായമായിട്ടുള്ളവർ, ജോലി ചെയ്തിരുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, ഇപ്പോൾ റിട്ടയർ ആയവരാണെങ്കിലും ഒക്കെ ഇപ്പോൾ അടുത്ത കുറച്ച് നാളായിട്ട് ജോലി ചെയ്യാത്തവർക്ക് ജോലി, അതായത് നിങ്ങളുടേതായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അധ്വാനിച്ച് നിങ്ങളുടെ 4 കാശ് സമ്പാദിക്കാനുള്ളൊരു അവസരം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പൊതുവേ ഒരു ആത്മവിശ്വാസമില്ല, ഇനി പ്രായമായി അല്ലെങ്കിൽ എനിക്ക് കഴിവ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലും അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനി ഒരിക്കലും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഇത് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താണ് ദൈവികമായിട്ട് ആത്മീയമായിട്ടും ഫിനാൻഷ്യലി സ്പിരിച്വലി എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സെൽഫ് വർത്ത്, അതായത് നിങ്ങൾ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു നിങ്ങൾക്കെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ജീവിതം എന്താകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പല കാര്യങ്ങളിലും അമെൻമെൻറ്റ്സ് വരുത്തുന്ന സമയം, അതായത് മാറ്റങ്ങൾ വരുത്തുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മോഡിഫൈ ആണ് ചെയ്യുന്നത്. അതായത് പല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം പല കാര്യങ്ങളെ സംബന്ധിച്ച് പലരെ സംബന്ധിച്ചിടത്തോളം ഹാർവെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ അതിന് പണിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഫലം ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഫലം നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം മാത്രം ചിന്തിക്കുന്നവരെ കുറിച്ചിട്ടല്ല. അതായത് ജസ്റ്റ് മണി ഈസ് നോട്ട് ഇനഫ്. സാമ്പത്തികം മാത്രമല്ല, നിങ്ങൾക്കൊരു സമൃദ്ധി, നമ്മൾ സമൃദ്ധി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ തരത്തിലും ജീവിതത്തിൽ സക്സസ് വേണം. സാമ്പത്തികം മാത്രമല്ലാതെ ഫാമിലി ആണെങ്കിലും പേഴ്സണൽ ലൈഫിലൊരു സമൃദ്ധി, ഒരു ഐശ്വര്യം ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് ഇതിവിടെ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു മാസം എന്ന് പറയുന്നത് പുതിയൊരു തുടക്കം, ജീവിതത്തിൽ പുതിയൊരു വീട്, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സങ്കല്പം സത്യമാകുന്നു. നിങ്ങൾ പറന്നുയരുകയാണ് എന്ന് പറയാം. ചുരുക്കത്തിൽ പറന്നുയരുകയാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, അവിടെ ചേക്കറി പാർക്കുന്നു, മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ളൊരു സമയമാണിപ്പോൾ. അതിനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടിയിട്ട് ശ്രമിക്കുക. നമ്മൾ പറയും, നമ്മളൊരു കയറിട്ട് കൊടുക്കുക, കയറിൽ പിടിച്ച് കയറുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കയറിട്ട് കൊടുക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സഹായം, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു കയറിട്ട് തരുകയാണ്. പക്ഷെ അതിൽ പിടിച്ച് കയറുക എന്നുള്ളത് നിങ്ങളുടേത് ഉത്തരവാദിത്തമാണ്. കാരണം പലരെ സംബന്ധിച്ച് ആ കയറ് അവിടെ കിടക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്താൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പൊതുവേ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കൂടുതലായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് 4 ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു മാസം അവസാനത്തോടെ അടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പേഴ്സണൽ കാര്യങ്ങളിലായിരിക്കും താല്പര്യം. ഫാമിലി ലൈഫ് എന്ന് പറയാൻ ചുരുക്കി ബന്ധങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വർക്കഹോളിക് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നവർ ഈ ഒരു മാസം അവസാനമാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നുണ്ട്, ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം എന്നാൽ ഫാമിലി നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയാം. ഫാമിലി നിങ്ങൾക്ക് എപ്പോഴും വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ കുടുംബം, കാരണം ആ ഒരു ഫാമിലിക്ക് വേണ്ടി ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ അധികം സമയം ചിലവഴിക്കാതിരിക്കുമ്പോൾ മാസം അവസാനിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഫാമിലിയായിട്ട് അങ്ങനെ മറന്നുപോയിട്ടില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കുന്ന ഒരു സാഹചര്യം. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തോടൊപ്പം ഒരുമിച്ചുള്ളൊരു യാത്ര, ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും അത്. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇടത്തേക്ക്,
നിങ്ങൾക്ക് ഫാമിലിയിൽ മറ്റുള്ളവരോട് നിങ്ങൾ കാലങ്ങളായിട്ട് ചിലപ്പോൾ ഫാമിലിയിൽ പ്രോമിസ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനൊരു യാത്ര. പക്ഷേ നിങ്ങൾ ഇതുവരെ ആ ഒരു വാഗ്ദാനം നിറവേറ്റിയിട്ടില്ല എങ്കിൽ ആ ഒരു വാഗ്ദാനം ഇപ്പം നിറവേറ്റുന്നതാണ്. കുടുംബത്തോടൊപ്പം ഒരു 2 ദിവസത്തെയെങ്കിൽ 2 ദിവസത്തെ ഒരു യാത്ര നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊത്തിരി ഫാമിലിയിൽ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു മാസം അവസാനിക്കുന്നത് കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ സമയം ചിലവഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയത്തോടു കൂടിയിട്ടായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.